ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ പേഴ്സണൽ റീഡിങ്സ് ഓപ്പൺ ആണ്. ആൻഡ് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക്. ഇവിടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്. ഓക്കെ, സോറി, ഇന്നത്തെ റീഡിങ് നമ്മൾ നോക്കാൻ പോകുന്നത് അഗെയിൻ വളരെ സിമ്പിളായിട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചാണ്. ഡീറ്റെയിൽ റീഡിംഗ് അല്ല. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജ്. ഓക്കെ, ഇതിൽ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾ ഒരു കാർഡ് പിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് ഉണ്ടാവും. ഓക്കെ, കാർഡ് 1, കാർഡ് 2. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ. ഓക്കെ, നിങ്ങൾക്ക് കാർഡ് 1 ആണോ വേണ്ടത്, കാർഡ് 2 ആണോ വേണ്ടത്? ഓക്കെ, നിങ്ങൾ ആലോചിച്ചോളൂ. ആൻഡ് ഞാൻ കാർഡ് 1 നോക്കാൻ പോവാണ്. കാർഡ് 1 നിങ്ങൾക്കുള്ള മെസ്സേജ് നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ചോദിച്ച കാര്യത്തിന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരു നോ ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ചോദിക്കുന്ന കാര്യം എന്തോ ഇപ്പോൾ നടക്കാനുള്ള സമയമായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടോ ഒരു നോ എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. വൈ നോ, എന്തുകൊണ്ടാണ് നോ എന്ന് പറയുന്നത്? ഓക്കെ, നോ എന്ന് പറയുന്നത് ഓക്കെ, കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് വെയിറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഇപ്പം തൽക്കാലം ഈ ഒരു കാര്യത്തിൽ, നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ ഇപ്പം നിങ്ങൾക്കൊരു നോ ആണ്. ഇത് ചിലപ്പോൾ ഫാമിലി കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഫാമിലിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ഇഷ്യൂ, ഈഗോ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. ഓക്കെ, മറ്റുള്ള ആരെങ്കിലുമായിട്ടുള്ള വഴക്കോ പ്രശ്നങ്ങളോ ആയിരിക്കാം. സോ അവിടെ അനാവശ്യമായിട്ട് നിങ്ങൾ തർക്കത്തിലേക്ക് പോകരുത് എന്നാണ് നിങ്ങളോട് പറയുന്നത്. യൂണിവേഴ്സ് പറയുന്നത് തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കൂ. ഓക്കെ, അവിടെ ആരും ജയിക്കില്ല എന്ന രീതിയിലാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം വരും പിന്നീട്. ഓക്കെ, ഈ ഒരു തർക്കത്തിൽ നിന്ന് മാറി നിന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരു സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് കിട്ടുന്ന രീതിക്കാണ് കാണുന്നത്. നിങ്ങളോട് ക്ഷമ വെച്ച് നിൽക്കാൻ പറയുന്നുണ്ട്. ആൻഡ് സിറ്റുവേഷൻ ആക്ച്വലി ഇവിടെ ഫൈറ്റ് കൊണ്ടല്ല ജയിക്കേണ്ടത്. ഓക്കെ, നമ്മൾ അതായത് തർക്കിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ജയിക്കാൻ പോയിട്ട് കാര്യമില്ല. അവിടെ നിങ്ങൾ തോൽക്കുകയുള്ളൂ. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ ചിലപ്പോൾ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് ടാക്ടിക്കാണ്. ഓക്കെ, ഒരല്പം ക്ഷമയോടെ സമാധാനത്തോടെ നിങ്ങൾ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ഒരു നോ എന്ന് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ത് തന്നെയായാലും അത് ഒരു നോ രീതിക്ക് എടുക്കും, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ചെയ്യരുത് എന്ന രീതിക്കൊക്കെ എടുക്കാം. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അത് സ്നേഹത്തോടെ ഹാൻഡിൽ ചെയ്യുക, ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യുക. ആൻഡ് സ്നേഹം കൊണ്ട് ജയിക്കാൻ പറ്റും എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ സിറ്റുവേഷൻ നിങ്ങൾ വിൻ ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന തരത്തിൽ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു മേ ബി കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ ഇപ്പോൾ ഓഫീസിലാണെങ്കിലും ശരി, ഫാമിലിയിലാണെങ്കിലും ശരി, റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, നിങ്ങളിപ്പോൾ ജയിക്കില്ല തൽക്കാലം. ഓക്കെ, നിങ്ങൾക്ക് ജയിക്കാനുള്ള വഴി യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. സ്നേഹത്തോടെ ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് നിങ്ങൾക്ക് ജയിക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കാർഡ് 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക്. കാർഡ് 2 എടുത്തവർക്ക് എന്താ നോക്കാം. എക്സ്പെക്ടേഷൻസ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്ന രീതി കാണുന്നുണ്ട്. ഇവിടെ ഫൈനാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, മേ ബി നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവാം, കാത്തിരിക്കുന്നുണ്ടാവാം. ഇവിടെ നിങ്ങളുടെ മെസ്സേജ് മേ ബി നിങ്ങളുടെ എക്സ്പെക്ടേഷൻ നടക്കും എന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ വെക്കണ്ട എന്നായിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ. എക്സ്പെക്ടേഷൻസ് ഇവിടെ എന്താ പറയുന്നത്? സെക്കൻഡ്. ഓക്കെ, 8. ഓക്കെ, വാവ്. ആൻഡ് ഓക്കെ, വാവ്. ഇവിടെ നിങ്ങൾ എന്തോ സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ ആരിൽ നിന്നോ എന്തിൽ നിന്നോ നിങ്ങളൊരു പ്രതീക്ഷ വെച്ച് നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ രക്ഷിക്കാൻ വരും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് തരുമെന്ന രീതിയിൽ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് നിങ്ങൾക്ക്. അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും എന്ന് തോന്നുന്നുണ്ടാവാം. ഒരു കംഫർട്ട് ഉണ്ട് അവിടെ. ഓക്കെ, അതിൽ നിന്ന് പുറത്ത് വരാൻ നിങ്ങൾ മടിക്കുന്നുണ്ടാവാം. മുന്നോട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങളൊരു എക്സ്പെക്ടേഷൻ വെച്ചിരിക്കണം. വേറെ ആരെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ഗൈഡൻസ് കിട്ടണം, പുറത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയണം. ഓക്കെ, നിങ്ങളെ വന്ന് രക്ഷിക്കാൻ വരണം. ഓക്കെ, നിങ്ങൾ പെട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ തോട്ടാണിത്. നിങ്ങൾ പെട്ട് നിൽക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൻ്റെ തോട്ടാണ്. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ വന്ന് രക്ഷിക്കും, അല്ലെങ്കിൽ നിങ്ങളെ വന്ന് ഹെൽപ്പ് ചെയ്യും എന്ന് പുറത്തുനിന്ന് എന്തെങ്കിലും കിട്ടും എന്ന രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ധൈര്യം ആദ്യം കൊണ്ടുവരണം. ഓക്കെ, നിങ്ങൾ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ പുറത്ത് വരണമെങ്കിൽ നിങ്ങൾ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാണ്. ഓക്കെ, ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്. ഓക്കെ, ആക്ച്വലി ഇതൊരു കോട്ട് നമ്മൾ പറയാറുണ്ട്. ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം
അതേഴ്സ്, എക്സ്പെക്ട് മോർ ഫ്രം യുവർ സെൽഫ് എന്ന് പറയും. ഓക്കെ, നിങ്ങൾ അവനവനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ആക്ച്വലി നിങ്ങൾ എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് അത് നിങ്ങൾ റോങ് സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തെറ്റായ ഒരു സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ ചില പ്രതീക്ഷകൾ വെച്ചിട്ടുള്ളത്. അത് വിട്ട് കളയാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇവിടെ വിട്ടു പോകാൻ പറയുന്നുണ്ട്. 8 of Cupsന്റെ 8 ആണ്. സോ ഇവിടെ നിങ്ങൾ ഈ പെണ്ണിലാണോ പെട്ട് നിൽക്കുന്നത്, അതിനെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് പോകാൻ സമയമായി എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ റോങ് സ്പേസ്, റോങ് സ്ഥലത്താണ് നിങ്ങൾ എക്സ്പെക്ടേഷൻ വെക്കുന്നത്, നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആക്ച്വലി ഇവിടെ കപ്സ് ആണ്. ഓക്കെ, കപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ്, നമ്മളുടെ ഒരു ആഗ്രഹങ്ങൾ എന്ന രീതിക്കായിരിക്കും, നമ്മൾ നേടിയ കാര്യങ്ങളായിരിക്കും, നമ്മുടെ മനസ്സിന് സന്തോഷമായിരിക്കും. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും വേറൊരു കപ്പാണ് വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി Ace of Cups ആണ് വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി സന്തോഷം, സമാധാനം, നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ബന്ധങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി, കാര്യങ്ങൾ എന്ത് തന്നെയായാലും, ഹാപ്പിനെസ്, സന്തോഷം എന്ത് തന്നെയായാലും ഓക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇവിടെ തരാൻ തയ്യാറാണ്. ഓക്കെ, ബട്ട് നിങ്ങൾ ഇത് വിട്ട് മാറണം എന്നാണ് പറയുന്നത്. ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കണം. ആ പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് വേറെ നല്ലത് വരുമെന്നാണ്. ഐ തിങ്ക് നിങ്ങൾ റോങ് സ്പേസിലാണ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിരിക്കുന്നത്. ജോലിയിലായാലും ശരി, ഐ തിങ്ക് ആ ജോലിയിൽ നിന്ന് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഓക്കെ, അത് വിട്ടു പോകാനുള്ള സമയമായി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ അതും വിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ബ്ലെസ്സിങ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് സന്തോഷങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഐ തിങ്ക് നിങ്ങൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഇതിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു പേടിയാണ് നിങ്ങൾക്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ബട്ട് റോങ് സ്പേസ്, റോങ് എക്സ്പെക്ടേഷൻസ്. ഓക്കെ, എവിടെ വെക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ തേടി മുന്നോട്ട് പോകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ബ്ലെസ്സിങ് തീർച്ചയായിട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഗോ ഫോർവേഡ് എന്ന രീതിക്കാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇത് 2 പൈലുകാർക്കും 2 കാർഡ് ചൂസ് ചെയ്ത ആൾക്കാർക്കുള്ള മെസ്സേജസ് ആണ് ഇന്നത്തെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.